യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും അനുഗ്രഹം നിറഞ്ഞ ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, ഭയപ്പെടേണ്ട. സ്നേഹനിധിയായ ദൈവമായ കർത്താവ് നമുക്കൊരു വാഗ്ദാനം തരികയാണ്. ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. ഈ സത്യവേദ പുസ്തകത്തിൽ 365 പ്രാവശ്യം ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട. കാരണം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന് നിനക്ക് ഉറപ്പ് നൽകുകയാണ്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ കൈ തൻ്റെ അപ്പൻ മുറുകെ പിടിക്കുന്നത് പോലെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ കുഞ്ഞിനെ തന്നോട് ചേർത്ത് നിർത്തുന്നത് പോലെ കർത്താവായ ദൈവം നമ്മളോട് പറയുകയാണ്, എൻ്റെ ആത്മാവ് നിൻ്റെ കൂടെയുള്ളതിനാൽ നീ ഭയപ്പെടേണ്ട. മറ്റൊരു ദൈവവും ഇങ്ങനെ പറയുന്നില്ല. അതാണ് നമ്മുടെ കർത്താവായ ദൈവം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും പോകുന്നതിന് മുമ്പ് നമുക്ക് നൽകിയൊരു വാഗ്ദാനമുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയക്കും. ആ സഹായകൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വാസത്തോടെ ആ വാഗ്ദാനം നമുക്ക് ഏറ്റെടുക്കാം. എൻ്റെ ഓരോ നിമിഷവും, ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പരിപാലിക്കുന്നു. ആ ആത്മാവ് എന്നെ കൊണ്ടു നടക്കുന്നതിനാൽ, ആ ആത്മാവ് എനിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നതിനാൽ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. ഏത് സാഹചര്യത്തെ നോക്കിയാൽ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എനിക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവം എനിക്കുണ്ടാകില്ല. തിന്മ കൊണ്ടുവരുന്ന ഭയവും ആകുലതകളും എല്ലാം എനിക്ക് മറ്റൊരു വിഗ്രഹമായി മാറുന്നത് പോലെ അതുണ്ടാകാതിരിക്കാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഭയപ്പെടുകയില്ല. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടി മക്കളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് അവരെ തൻ്റേതാക്കി മാറ്റുവാൻ ദൈവം ഈ നിമിഷം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും സർവശക്തനുമായ ജീവനുള്ള ഏക ദൈവമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.